Hi friends, എല്ലാവർക്കും വരാന്ത റസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പ് രണ്ട് വീഡിയോസ്, അത് ഫസ്റ്റ് ബേസിക് വീഡിയോ ആയിരിക്കും, പിന്നെ അങ്ങോട്ടുള്ള ഓരോ വീഡിയോസും പ്രാക്ടീസിനായിട്ട് റിവിഷൻ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പം ഒപ്പം തന്നെ ചെയ്തു പോകാൻ നിങ്ങൾക്ക് പാടായിട്ടുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറ്റുവാണെങ്കിൽ കമന്റ് തന്നെ ഇടുക. സോ ദാറ്റ് നെക്സ്റ്റ് വീഡിയോയ്ക്ക് മുമ്പ് എനിക്കത് ഈ ലൈവിൽ നിന്ന് നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ആ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. പുതിയ മെത്തേഡ്സ് നിങ്ങൾക്ക് കിട്ടുകയാണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഇതിന്റെ എൻഡിൽ നമ്മൾ രണ്ട് ഹോംവർക്ക് ചലഞ്ച് എന്ന് പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഇട്ടിട്ടുണ്ട്. അതായത് അത്യാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എളുപ്പ മെത്തേഡ് കണ്ടുപിടിച്ചിട്ട് അത് കമന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ 10 ക്വസ്റ്റ്യൻ നമ്മൾ സീരീസ് ചെയ്യും. ഓരോ 10 ക്വസ്റ്റ്യൻ വെച്ചാൽ 5 വീഡിയോ ആകുമ്പോൾ 50 ക്വസ്റ്റ്യൻ ഏകദേശം ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ കവറപ്പ് ആവും. സോ ദാറ്റ് കൺസെപ്റ്റ് കുറച്ചുകൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ മാൻ ട്രാവൽസ് 250 കിലോമീറ്റർ ടു ഹിസ് ഹോം പാർട്ട്ലി ബൈ ട്രെയിൻ ആൻഡ് പാർട്ട്ലി ബൈ കാർ. ഹി ടേക്സ് 8 hours 40 minutes if he travels 240 kilometer by train and rest by car. He takes 20 minutes more if he travels 180 kilometer by train and the rest by car. The speed of the car in kilometer per hour is. അതായത് നോക്കിയേ, 450 കിലോമീറ്റർ മൊത്തത്തിൽ സഞ്ചരിക്കണം, എൻ്റെ ഗോൾ അതാണ്. അപ്പൊ ഞാനത് ഏതൊക്കെ രീതി സഞ്ചരിക്കും? ട്രെയിനിലും കാറിനും. അപ്പൊ ആദ്യം ട്രെയിന്, കാറ്. അപ്പം ട്രെയിനിൽ ആദ്യം ഞാൻ 240, ഇത് ഞാൻ രണ്ട് രീതി സഞ്ചരിച്ചു. ഒന്ന് 240 കിലോമീറ്റർ ട്രെയിനിലും, അപ്പൊ 450 240 പോയാൽ റിമൈനിങ് 210 ഞാൻ കാറിലും പോയി. ഇനി ഇതല്ലാതെ ഞാൻ 150 കിലോമീറ്റർ ആണ് ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ റിമൈനിങ് എത്ര? 270. അതായത് 450 ആവാനായിട്ട് 450 - 150 റിമൈനിങ് 270 കിലോമീറ്റർ ഞാൻ കാറിലും സഞ്ചരിച്ചേനെ. ഇത് രണ്ട് സിറ്റുവേഷൻസ്. ആദ്യത്തെ സിറ്റുവേഷൻ, ഇത് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇനി നോക്കിക്കേ, അതായത് കാറിന് രണ്ടാമത്തെ കേസിൽ എത്ര അഡീഷണൽ സഞ്ചരിക്കേണ്ടി വന്നു? 60 കിലോമീറ്റർ അഡീഷണൽ സഞ്ചരിക്കേണ്ടി വന്നു. എപ്പോ? 20 മിനിറ്റ് കൂടുതൽ എടുത്തപ്പോൾ. അതായത് 20 മിനിറ്റ് കൂടുതൽ എടുത്തപ്പോൾ ഇയാൾക്ക് 60 കിലോമീറ്റർ അഡീഷണൽ സഞ്ചരിക്കേണ്ടി വന്നു. എങ്കിൽ ഇനി നോക്കിക്കേ, ഇയാൾക്ക് ആദ്യത്തെ കേസിൽ കാർ എത്ര സഞ്ചരിച്ചേ? 210. ഇനി 450 കംപ്ലീറ്റ് ആവണമെങ്കിൽ കാർ എത്ര സഞ്ചരിക്കണം? 240 കിലോമീറ്റർ സഞ്ചരിക്കണ്ടേ? എങ്കിൽ അഡീഷണൽ 240 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ എത്ര മണിക്കൂർ ഇയാൾക്ക് എടുക്കും? എത്ര മിനിറ്റ്? ഇതിന്റെ 4 അല്ലേ? 60 × 4. അപ്പൊ 20 × 4 80 മിനിറ്റ്. അതായത് 20 മിനിറ്റ് അഡീഷണൽ എടുത്തപ്പോൾ 60 കിലോമീറ്റർ അഡീഷണൽ സഞ്ചരിക്കാൻ പറ്റി. എങ്കിൽ 450 ആവാൻ കാറിന് 240 കിലോമീറ്ററും കൂടെ സഞ്ചരിക്കണം. അപ്പം 240 കിലോമീറ്റർ അഡീഷണൽ സഞ്ചരിക്കാൻ എത്ര? 20 മിനിറ്റ് 60 കിലോമീറ്ററിന് അഡീഷണൽ എടുത്തെങ്കിൽ 80 മിനിറ്റ് എടുക്കും 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ. അതൊന്ന്. അപ്പൊ 80 മിനിറ്റ്, അതായത് ടോട്ടൽ ടൈം എത്ര? അതായത് 450 കിലോമീറ്റർ സഞ്ചരിക്കാൻ കാർ എത്ര സമയം എടുത്തു? 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ 80 മിനിറ്റും. ഇനി അതല്ലാതെ ഹി ടേക്സ് 8 hours and 40 minutes. അതായത് എത്ര? 210 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എത്ര? 8 hours 40 minutes എടുത്തു. അപ്പൊ ടോട്ടൽ ടൈം കാർ എടുത്തത് എത്ര? 8 hours 40 minutes പ്ലസ് ടോട്ടൽ ടൈം ബൈ കാർ 80 മിനിറ്റ്. അതായത് എത്ര? 10 മണിക്കൂർ എടുത്തല്ലേ? അതായത് 450 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് എത്ര എടുത്തു? 10 അവർ എടുത്തു കാറ്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് ഈക്വൽ ടു 450 / 10. എത്ര കിട്ടും? 45 കിലോമീറ്റർ പെർ അവർ കിട്ടും അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബൈ 450 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ അതിന് 10 മണിക്കൂർ എടുത്തു നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ D/T 45 കിലോമീറ്റർ പെർ അവർ കിട്ടും. ഓപ്ഷൻ ഏതാ? എ. ഇതൊക്കെ അല്ലേ? അഡീഷണൽ എത്ര ട്രാവൽ ചെയ്ത് ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തതാ. ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോണ്ട് ഇത് റിലേറ്റീവ് സ്പീഡ് വെച്ച് ചെയ്യുന്നതാ. എ തീഫ് ഈസ് നോട്ടീസ്ഡ് ബൈ എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 97 മീറ്റർ. The thief starts running and the policeman chases him. ക്വസ്റ്റ്യൻ അങ്ങോട്ട് വായിച്ചേ. അപ്പൊ നമ്മുടെ ഫിഗർ പറയുന്നുണ്ട്, ഇവിടെ പോലീസ് നിപ്പുണ്ട്, പോലീസിന് മുമ്പിൽ തീഫ് നിപ്പുണ്ട്. ഇവര് തമ്മിലുള്ള സെപ്പറേഷൻ 97 മീറ്ററാണ്. അവരുടെ സ്പീഡ് തന്നിട്ടുണ്ട്. കാരണം പോലീസ് കള്ളനെ പിടിക്കണമെങ്കിൽ സ്പീഡ് കൂടി ഓടണം. അപ്പൊ ഇയാളുടെ സ്പീഡ് 23 മീറ്റർ പെർ സെക്കൻഡും ഇയാളുള്ളത് 21 മീറ്റർ പെർ സെക്കൻഡും.
ഏത് ടൈമിലാ പോലീസ്മാൻ തീഫിനെ ക്യാച്ച് ചെയ്യുന്നത്? ഒരാളെ ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും കോൺസ്റ്റന്റ്? ടൈം ആയിരിക്കും കോൺസ്റ്റന്റ് അല്ലെ? ഇപ്പൊ ഇവിടെ വെച്ചാണ് കള്ളനെ പിടിക്കുന്നതെങ്കിൽ സ്റ്റാർട്ട് പറയുമ്പോൾ 1 എണ്ണി തുടങ്ങിക്കോണേ. 1 2 3 4 5 6 7. സപ്പോസ് 7 സെക്കൻഡ് കൊണ്ടാണ് പിടിച്ചെങ്കിൽ പോലീസ് ഇത്രയും ദൂരം ഓടുന്ന സെയിം സമയത്തിനുള്ളിൽ കള്ളൻ ഇത്രയും സമയം ഓടും. അതായത് ടൈം ഇവിടെ കോൺസ്റ്റന്റ്. ഒരാൾ ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ് ആണ്, അല്ലെ ടൈം സെയിം ആണെന്നാണ് അർത്ഥം. അത് ഒരു കൺസെപ്റ്റ് ആലോചിച്ച് വെക്കണം. കാരണം ഇതിന്റെ ഡിസ്റ്റൻസിന്റെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് വെക്കണം. ഇനി ടി മീറ്റ്, അതായത് മീറ്റിംഗ് ടൈമിലെ ക്യാച്ചിങ് ടൈം എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഇനിഷ്യൽ ഡിസ്റ്റൻസ് എത്രയാണോ ഡിസ്റ്റൻസ് ബൈ ഇവരുടെ റിലേറ്റീവ് സ്പീഡ്. അതായത് ഡിസ്റ്റൻസ് ഇനിഷ്യലി 97 ഉണ്ടായിരുന്നു, റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 23 - 21, അതായത് 97/2 എത്ര? 48.5 സെക്കൻഡ്. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഡി. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് ഉറക്കുകയാണെങ്കിൽ എനിക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. എ ഈസ് ചേസിങ് ബി ഇൻ ദ സെയിം ഇന്റർവെൽ ഓഫ് ടൈം. സെയിം ഇന്റർവെൽ ഓഫ് ടൈമിലാണ് എ ബിയെ ചേസ് ചെയ്യുന്നത്. എ ജംപ്സ് 8 ടൈംസ്. അപ്പൊ ഒരു ടൈം ജമ്പ് ചെയ്യാനായിട്ട് 1 സെക്കൻഡ് എടുക്കാന്ന് വെച്ചാൽ ടോട്ടൽ എക്ക് എത്ര സമയം എടുത്തു? എ ഈസ് ടു ബി ഇത് ടൈമിന്റെ റേഷ്യോയാ. അതായത് സപ്പോസ് ഒരു ടൈം ജമ്പ് ചെയ്യാനായിട്ട് 1 സെക്കൻഡ് എടുത്തു, 1 യൂണിറ്റ് ടൈം എടുത്തെങ്കിൽ എ മൊത്തത്തിൽ എത്ര ടൈം എടുത്തു? 8 യൂണിറ്റ് ടൈം എടുത്തു. ഇനി ബി 6. സെയിം ഇന്റർവെൽ ഓഫ് ടൈം എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ബേസിക് യൂണിറ്റ് സെയിം. രണ്ടുപേരും ഒരു ടൈം ചാടാനായിട്ട് സെയിം സമയം എടുക്കും. അതായത് 1 സെക്കൻഡിന് സപ്പോസ് ചെയ്യാണ് 1 തവണ ജമ്പ് ചെയ്യാൻ ബി 1 സെക്കൻഡ് എടുത്തെങ്കിൽ എയും 1 തവണ ജമ്പ് ചെയ്യാൻ 1 സെക്കൻഡ് എടുത്തു. അപ്പം ബി 6 തവണ ജമ്പ് ചെയ്തു. അപ്പം ബി എടുത്ത ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ്. ഇനിയും പറയുന്നുണ്ട് ഏതാ ഇവരുടെ ടൈമിന്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കും. ടൈം 8:6 എന്ന് കിട്ടി. ഇനി ഇവര് പറഞ്ഞേക്കുന്നത് എന്റെ സ്പീഡ് SI ആണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ഇൻ 7 ജംപ്സ്. അപ്പൊ 7 ജമ്പ് ചെയ്യുമ്പോൾ എക്ക് എത്ര സമയം എടുക്കും? ഒരു ജമ്പിന് 1 സെക്കൻഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 7 സെക്കൻഡ് എടുക്കും. അപ്പം 7 ഇൻറ്റു സ്പീഡ്, ടൈം ഇൻറ്റു സ്പീഡ്, ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ എ ഇത്രയും കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എന്ത്? ബി 5 ജമ്പ്, അതായത് 5 സെക്കൻഡ് കൊണ്ട് ബിന്റെ സ്പീഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പൊ SA ബൈ SB എന്ത് കിട്ടും? 5/7 വരും. ഇനി നോക്കിക്കേ, ഇത് ടൈം, ഇനി സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? എന്റെ 5, ബിന്റെ 7. ഇനിയും ഡിസ്റ്റൻസിന്റെ റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുവാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ എത്ര? 5 × 8 40 = 7 × 6 42. വെട്ടി പോകുമ്പോ 20 = 21. അപ്പൊ ഓപ്ഷൻ ഇത് വരും. ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ത് വരും? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? എങ്കില് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും. അതിനുശേഷം ബേസിക് സർക്കിൾസ് ആയിരിക്കും. നിങ്ങളൊക്കെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കി സർക്കിൾസ് ആക്കി ഇരുത്തും. അവിടെ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു കൺസെപ്റ്റിൽ പഠിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് കാണും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. കുറച്ചുകൂടെ മെയിൻസ് ലെവൽ അപ്രോച്ച് ആണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡ്യൂറേഷനും കൂടുതലായിരിക്കും നിങ്ങളുടെ എൻറ്റയർ പ്രോഗ്രാമിന്റെ. അപ്പോൾ കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് കാണും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ സൂപ്പർ ബാച്ച്. സൂപ്പർ ബാച്ചിൽ ഓരോ എക്സാമിന് വേണ്ടി മാത്രമുള്ള ബാച്ചാണ്. CPO വരുന്നുണ്ടോ, അപ്പോൾ IBPS ക്ലർക്കിന്റെ മെയിൻസ് വരുന്നുണ്ടോ, എന്തായാലും അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 1 മന്ത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്ത സീരീസ് ആണ് സൂപ്പർ ബാച്ച്. അപ്പോൾ അതിനുവേണ്ടി ഒരു മെറ്റീരിയൽ കാണും. അവിടെയും നിങ്ങൾ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എൻട്രി ഉള്ളത്. ഒപ്പം അവിടെയും ഡൗട്ട് ക്ലാരിഫിക്കേഷനും മെന്റർ സപ്പോർട്ട് കാണും. അടുത്തത് റിയൽ ഇന്റൻസീവ് പ്രോഗ്രാമിലെ റിപ്പ് എന്ന് പറയും. അപ്പോൾ അവിടെ ഓൾറെഡി നിങ്ങൾ എത്ര പേരും പത്രം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആ പ്രിപ്പറേഷൻ ലെവൽ ഡൾ ആയി പോവാതിരിക്കാൻ നിങ്ങൾക്ക് ഫർദർ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യും. സോ ദാറ്റ് നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനൽ സെഷൻ എന്ന് പറയുന്നത് മോക്ക് ഇന്റർവ്യൂ ആണ്. RRB PO അല്ലെങ്കിൽ SBI PO എക്സാംസിനൊക്കെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ആണ്. അപ്പം അതിന്റെ കൂടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ അവയർനെസ്സും അതിന്റെ ഒരു ഗൈഡൻസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ്ങും ഓൺലൈൻ കോച്ചിങ്ങും നമുക്ക് രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് ഏതാണോ, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ, അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ?
എങ്കിലും നാലാമത്തെ ക്വസ്റ്റ്യൻ. Two trains are moving in the opposite direction at the speed of 48 km per hour and 60 km per hour respectively. The time taken by the slower train to cross a man sitting in the faster train is 12 seconds. What is the length of the slower train? അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇത് സ്ലോവർ ട്രെയിൻ, ഇത് ഫാസ്റ്റർ ട്രെയിൻ. അപ്പൊ ഫാസ്റ്റ് ട്രെയിനിലെ മാൻ ഇവിടെ നിൽക്കുക, ഒരാൾ ഇവിടെ നിൽക്കുക. അപ്പൊ ഇയാൾ അനങ്ങാതെ അവിടെ നിൽക്കുക ചെയ്യുന്നത്. അപ്പം ഇയാളെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക, ഇയാളെ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഇനി ഈ ട്രെയിൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പം എപ്പോഴാണോ ഈ മനുഷ്യനെ മീറ്റ് ചെയ്യുന്നത്, അവിടുന്ന് ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു എന്ന് വെച്ചു, ഈ ട്രെയിൻ ഇവിടെ വന്ന്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് എത്ര ലെങ്ത് കവർ ചെയ്യും ട്രെയിന്? ഈ ട്രെയിനിന്റെ ലെങ്ത്, സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് ടി എസ് ആണെങ്കിൽ, ട്രെയിനിന്റെ സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് ടി എസ് ആണെങ്കിൽ ഇയാളെ റെഫറൻസ് ആക്കി വെക്കുവാണെങ്കിൽ ട്രെയിൻ എത്ര ലെങ്ത് കവർ ചെയ്യും? സ്ലോവർ ട്രെയിൻ, അതായത് ഈ മനുഷ്യനെ കടക്കുന്ന ലെങ്ത് എത്ര? സ്ലോവർ ട്രെയിനിന്റെ ഡിസ്റ്റൻസ് തന്നെയല്ലേ, അതായത് കംപ്ലീറ്റ്ലി ഈ മനുഷ്യനെ കടന്നു മുറിക്കുമ്പോൾ എത്ര ടി എസ് എന്ന് പറയുന്ന സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് എത്രയാണോ അത്രയും തന്നെ ഡിസ്റ്റൻസ് ഇവിടുന്ന് മാറിയിട്ടില്ല. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ എത്ര, അതായത് ഈ മാനിനെ കവർ ചെയ്യാനായിട്ട് എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് തന്നെ ആയിരിക്കും. അപ്പം അയാളുടെ ലെങ്ത് ബൈ, ഇനി ഓപ്പോസിറ്റ്ലി പോകുന്ന രണ്ട് ട്രെയിൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ട്രെയിനിൽ ഇരുന്നിട്ട് അപ്പുറത്തെ ട്രാക്കിൽ പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ട്രെയിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ നോർം പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, അതിന്റെ സ്പീഡ് കൂടി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു തോന്നല് സ്പീഡാണ്, അല്ല തോന്നുന്ന സ്പീഡിനാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ സ്പീഡ് കൂടും. അപ്പൊ ഇവിടെ സ്പീഡ് കൂടുക എന്ന് വെച്ചാൽ 48 + 60. ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 48 + 60 km/h. അപ്പൊ ഈ റിലേറ്റീവ് സ്പീഡിൽ ഈ ട്രെയിനിന്റെ ലെങ്ത് ട്രെയിൻ കടക്കുമ്പോൾ ആ മനുഷ്യൻ എത്ര ഫീൽ ചെയ്യുന്നത്? 12 സെക്കൻഡ് ആണ്. അതായത് 12 സെക്കൻഡിനുള്ളിലാണ് ആ മനുഷ്യനെ ആ ട്രെയിൻ കടന്നു പോകുന്നത്. അപ്പം ട്രെയിൻ സ്ലോവർ സ്പീഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 × 48 + 60 108 km/h ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കൺവേർഷൻസ് ഒക്കെ പഠിച്ചു വെച്ചോണം, അത് വളരെ ബേസിക്കാ. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് × 5/18 മീറ്റർ പെർ സെക്കൻഡിനെ km/h ആക്കാനായിട്ട് × 18/5 ചെയ്യണം. അപ്പം 6 ചെയ്യാൻ നേരം 360 മീറ്റർ ലെങ്ത് എന്ന് എനിക്ക് കിട്ടും. അപ്പൊ ഓപ്ഷൻ ഡി ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. A train covers a distance in 30 minutes on an average. അപ്പൊ 54 km/h പോകുമ്പോൾ ഒരു ട്രെയിന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് 30 മിനിറ്റിൽ കവർ ചെയ്യും. ഈ സെയിം ഡിസ്റ്റൻസ് 20 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് എത്ര ആയിരിക്കണം? അതായത് ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റിനനുസരിച്ച് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പം ഡിസ്റ്റൻസ് സെയിം ആണ് രണ്ട് കേസിലും. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അതായത് സ്പീഡ് കൂടിയാൽ ടൈം കുറയണം, ടൈം കൂടിയാൽ സ്പീഡ് കുറയണം. അപ്പോ നോക്കിക്കേ, ആദ്യത്തെ കേസിലെ ടൈമിന്റെ റേഷ്യോ എത്ര? ആദ്യം 30 മിനിറ്റ് എടുത്തെങ്കിൽ രണ്ടാമത്തെ കേസിൽ 20 മിനിറ്റ് എടുക്കാവുള്ളൂ. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് 3:2. അപ്പം സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? ടൈമിന്റെ 3:2 ആണ്. സ്പീഡിന്റെ റേഷ്യോ ടൈമിന്റെ റെസിപ്രോക്കൽ അല്ലേ, അപ്പം തിരിഞ്ഞു വരും 2:3. ഇനി ആദ്യത്തെ കേസാണിത്, രണ്ടാമത്തെ കേസ്. അപ്പൊ ആദ്യത്തെ കേസിലെ സ്പീഡ് എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 2 യൂണിറ്റ് km/h. അത് റേഷ്യോയിലെ 2 യൂണിറ്റ് എന്ന് പറയുന്നത് റിയൽ വാല്യൂവിൽ എത്ര കാണിക്കുന്നത്? 54 km/h. അതായത് 27 കൊണ്ട് 2 അല്ലേ 54. അപ്പൊ സിമിലർലി രണ്ടാമത്തെ കേസിൽ അയാള് 27 × 3 81 km/h സഞ്ചരിച്ചാലേ അയാൾക്ക് 20 മിനിറ്റ് കൊണ്ട് എത്താനായിട്ട് പറ്റും. അപ്പൊ ഓപ്ഷൻ ബി 81 km/h. ഓക്കെ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒരു ഹിന്ദി അറിയത് വീട്ടിൽ പോയി ചെയ്യണം ഹോംവർക്ക് ആയിട്ട്. അതായത് ട്രെയിൻ റണ്ണിങ് അറ്റ് 81 km/h takes 72 seconds to overtake train B. When both trains are running in the same direction, but it takes 36 seconds to cross each other if the trains are running in the opposite direction. If the length of the train B is 600 meters, then find the length of train A. അതായത് നോക്കിക്കേ, രണ്ട് ട്രെയിൻ തമ്മിൽ
രണ്ട് ട്രെയിൻ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യുമ്പോൾ അവിടെ സഞ്ചരിക്കപ്പെട്ട ദൂരം എന്ന് പറയുന്നത് രണ്ട് ട്രെയിൻ, ഇവിടെ ട്രെയിൻ എ ആണ്, ട്രെയിൻ ബി ആണ്, രണ്ടുപേരുടെ ലെങ്ത് TA/TB ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ട്രാവൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടുപേരുടെയും ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും സെയിം ഡയറക്ഷൻ ആണെങ്കിലും സഞ്ചരിക്കപ്പെട്ട ദൂരം ഈ രണ്ട് ട്രെയിനിന്റെ ലെങ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ TB നമുക്ക് തന്നിട്ടില്ല. ട്രെയിൻ ലെങ്ത് ഓഫ് ട്രെയിൻ ബി എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. ഈ 600 മീറ്റർ, അതായത് രണ്ടു പേർക്കും കൂടെ സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ അവര് എടുത്ത സമയം എന്ന് പറയുന്നത് 72 സെക്കൻഡ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ ടൈം കിട്ടുന്നത്. ഇവിടെ എന്ത് സ്പീഡാ വരുന്നത്? റിലേറ്റീവ് സ്പീഡ്. രണ്ട് ട്രെയിൻസ് സെയിം ഡയറക്ഷനിൽ പോകാൻ നേരം ഒരു ട്രെയിനിൽ നിന്ന് അപ്പുറത്തെ ട്രെയിൻ നോക്കാൻ നേരം സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് സ്പീഡ് പതിയെ പോകുന്നതായിട്ട് തോന്നും അല്ലേ. അപ്പൊ അനുഭവപ്പെടുന്ന സ്പീഡാണ് റിലേറ്റീവ് സ്പീഡ്. അപ്പൊ ഇത് അതിന്റെ ഡിഫറൻസ് ആയിട്ട് വരും. ഇപ്പൊ ട്രെയിൻ എൻ്റെത് 81 മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ ബി എന്ന് പറയുന്നത് ഞാൻ VB ആയിട്ട് എടുത്തു. ഇനി അടുത്തെന്ന് പറയുന്നത് സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ട്രെയിൻസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അപ്പത്തെ റിലേറ്റീവ് സ്പീഡ് ഇവരുടെ സം ആയിരിക്കും. VB എന്ന് പറഞ്ഞ അപ്പൊ എടുത്ത സമയം 36 സെക്കൻഡ്. അപ്പൊ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം, അപ്പൊ ഇത് ബൈ ചെയ്തേ. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 എന്ത് വരും? TA പ്ലസ് 600 ബൈ TA, അത് കളഞ്ഞു പോകും. TA പ്ലസ് അല്ല, വേണ്ട. TA പ്ലസ് 600 ബൈ 81 മൈനസ് VB ബൈ TA പ്ലസ് 600 ബൈ 81 പ്ലസ് VB എന്ന് പറയുന്നത് 72 ബൈ 36. ഇത് രണ്ടുപേരും ഇതും വെട്ടിപ്പോവും. അതായത് ഇവിടോട്ട് എഴുതാവേ 81 പ്ലസ് VB ബൈ 81 മൈനസ് VB ഈസിക്കൽ ടു 2/1. ഇത് സോൾവ് ചെയ്താൽ VBയുടെ ആൻസർ കിട്ടും. VB പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഏതാ ട്രെയിന് ലെങ്ത് ഓഫ് ട്രെയിനെയും കിട്ടും. അപ്പൊ ഇത് ഹോംവർക്ക് ഞാൻ ഇത്രയും പറഞ്ഞു, ബട്ട് ബാക്കി നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ. പിന്നെ ഇത് ചെയ്യാനായിട്ട് കോമ്പണന്റോ ഡിവിഡന്റോ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് എത്ര പേര് ചെയ്തിട്ട് കിട്ടിയെങ്കിൽ ആൻസർ കമന്റ് ചെയ്യണേ. ഇത് സോൾവ് ചെയ്യാനായിട്ട് വലിയ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഒറ്റ അടിക്ക് കിട്ടും. ഇത് പറ്റുവാണെങ്കിൽ ചെയ്തിട്ട് കമന്റും കൂടെ ചെയ്യുക. ഇനിയും 7ാമത്തെ ക്വസ്റ്റ്യൻ. A metro train runs at the speed of 40 km/h from station A to station B, covering a distance of 30 km. It stops at 5 stations in between for 5 minutes at each station. What is the average speed of the train from A to B? Okay, A മുതൽ B വരെ 2 സ്റ്റേഷൻസ് ഉണ്ട്. അതിനിടയ്ക്കാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്പീഡ് 40 km/h ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, സാധാരണ രീതിയിൽ അയാൾ A മുതൽ B വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇത് 40 കിലോമീറ്റർ, 30 കിലോമീറ്റർ ഉണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 40 km/h. അപ്പൊ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 30/40, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി മിനിറ്റ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 60 ചെയ്യണം. പോയി, അതായത് 45 മിനിറ്റ് എടുക്കും. ഇത് സാധാരണ നിർത്താതെ സഞ്ചരിച്ച 45 മിനിറ്റ് എടുക്കും. പക്ഷെ ഓരോ സ്റ്റേഷനിലും ഇടയ്ക്ക് 5 സ്റ്റേഷൻസ് ഉണ്ട്. ഓരോ സ്റ്റേഷനിലും 5 മിനിറ്റ് വെച്ച് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ടോട്ടൽ വെയിറ്റേജ് ടൈം എന്ന് പറയുന്നത് എത്ര? 5 × 5 25 മിനിറ്റ് അല്ലേ. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര? 45 + 25 70 മിനിറ്റ്. അപ്പൊ T ടോട്ടൽ എന്ന് പറയുന്നത് എത്ര? 45 + 25 70 മിനിറ്റ് ആണ്. എങ്കിൽ അയാൾ എടുത്ത ആവറേജ് സ്പീഡ്, അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതായത് മൊത്തത്തെ ഡിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. 30 ബൈ എത്ര? 70 മിനിറ്റ്. അപ്പോ 70 മിനിറ്റിന് ഇതാക്കാനായിട്ട് ഇൻറ്റു 70/60 ചെയ്യണം. മണ്ടയിൽ 60 വരും. അതായത് 25 × 7 എന്ന് പറഞ്ഞാൽ 175. അപ്പം 25.7 സംതിങ് വരും. അപ്പൊ ഓപ്ഷൻ B ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 25.7 km/h. ഓക്കെ അല്ലേ? എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ. A train starts from A at 7 AM towards B with a speed of 50 km/h. അവരുടെ ചാർട്ട് വരച്ചു. A സ്റ്റാർട്ട് ചെയ്യുന്നു, B എന്നൊരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവർ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു, സിയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. സിയിൽ എപ്പോഴാ മീറ്റ് ചെയ്യുന്നത്? 10 AM. A എന്നുള്ള ട്രെയിൻ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 7 AM.
ബി എന്നുള്ള ട്രെയിനോ 8 AM. അതായത് എ സി വരെ സി വരെ കണ്ടുമുട്ടാനായിട്ട് ഇയാൾ എത്ര സ്പീഡ് സഞ്ചരിച്ചു? എ എന്നുള്ള ട്രെയിന് 50 km/h. അപ്പം 7 മുതൽ 10 വരെ എത്ര സമയം എടുത്തു? 3 മണിക്കൂർ എടുത്തു. അപ്പം ടൈം ഇൻറ്റു സ്പീഡ്, അതായത് 3 × 50 എത്ര? 150 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു സിയിൽ വെച്ച് മറ്റേ ട്രെയിനെ കണ്ടുമുട്ടാൻ. അതുപോലെ ഇവിടെ നിന്നുള്ള ട്രെയിൻ 8 മുതൽ 10 വരെ 2 മണിക്കൂർ സഞ്ചരിച്ചു. എത്ര സ്പീഡില്? 2 × 60 km/h. അതായത് ടൈം ഇൻറ്റു സ്പീഡ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കിട്ടും 120 കിലോമീറ്ററിന് കിട്ടും. ബി മുതൽ സി വരെ 120 കിലോമീറ്റർ ഉണ്ട്. അപ്പം ചോദിച്ചേക്കുന്ന എ സി ഈസ്റ്റ് ബി സി എന്ന് പറയുന്നത് 150:120. എത്ര? 3 കൊണ്ട് വെട്ടാൻ നേരം 5:4. അപ്പൊ ഓപ്ഷൻ ബി. സെറ്റ് അല്ലേ? പിന്നെ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. എ ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ബി and B is thrice as fast as C. The journey covered by C in 1.5 hours will be covered by A in. നോക്കിക്കേ, എയും ബിയും സിയും ഇത് ഇവരുടെ ടൈമിന്റെ റേഷ്യോയാ. അപ്പോ ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അതായത് സ്പീഡിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും ടൈമിന്റെ റേഷ്യോ, അല്ലെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും സ്പീഡിന്റെ റേഷ്യോ. അപ്പോ നോക്കിക്കേ, ആദ്യം സ്പീഡിന്റെ റേഷ്യോ എന്താ തന്നേക്കുന്നത്? ആദ്യം ഞാൻ സിന്റെ സ്പീഡ് 1 യൂണിറ്റ് km/h ആണ് എടുത്തു, 1 യൂണിറ്റ് സംതിങ്. അപ്പൊ സിന്റെ എത്രയാണോ അതിന്റെ 3 ഇരട്ടിയാണ് ബി ഈസ് ത്രൈസ് ആസ് ഫാസ്റ്റ് ആസ് സി. അപ്പം 3 യൂണിറ്റ് km/h ആണെങ്കിൽ ബിന്റെ എത്ര ആണെങ്കിലും അതിന്റെ ഇരട്ടി ആയിരിക്കും എ എന്ന് പറയുന്നത്. അപ്പൊ 3 × 2 6. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ യഥാക്രമം എങ്ങനെ വന്നു? 6:3:1 എന്ന് വന്നു. ഇനി ടൈമിന്റെ റേഷ്യോ അപ്പൊ എന്ത് വരും? റെസിപ്രോക്കൽ 1/6:1/3. അതായത് മൊത്തം LCM കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് വലിയ നമ്പർ 6 അല്ലേ, 6 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം ഇവിടെ എന്താ 1/6 × 6 ചെയ്യാൻ നേരം 1:, ഇവിടെ × 6 ചെയ്യാൻ നേരം 2:, ഇവിടെ 6 ചെയ്യാൻ നേരം 6. അപ്പോ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് സി എത്ര യൂണിറ്റ് സമയം സഞ്ചരിച്ചു? 6 യൂണിറ്റ് സമയം സഞ്ചരിച്ചു. അതായത് 6 എന്ന് പറയുന്നതാണ് എത്ര മണിക്കൂർ? 3.5 അല്ലെങ്കിൽ 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ എന്ന് വെച്ചാൽ 3/2 hours. അതായത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാലോ 1/4 hours എന്ന് വരും. എ സഞ്ചരിച്ചെടുത്ത സമയം എത്ര? 1 യൂണിറ്റ്. ആ 1 യൂണിറ്റ് എത്ര വന്നു? 1/4 മണിക്കൂർ എന്ന് വെച്ചു. 1/4 മണിക്കൂർ എന്ന് വെച്ചാൽ 15 മിനിറ്റ്. അപ്പൊ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇങ്ങനെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചലഞ്ച് ആയിട്ട് വരും, അതിന്റെ കൂടെ ആൻസർ ചെയ്തിട്ട് കമന്റ് ചെയ്യണേ. എ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 12 കിലോമീറ്റർ in 12 minutes. If its speed is decreased by 5 km/h, then the time taken by it to cover the distance of 22 kilometer will be. ഓക്കെ, അപ്പോ 12 കിലോമീറ്റർ in 12 minutes. അപ്പോ ഇയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 12 കിലോമീറ്റർ ബൈ 12 മിനിറ്റ്. 12 മിനിറ്റ് എന്ന് വെച്ചാൽ 12/60 മണിക്കൂർ. അപ്പോ ഇത് അപ്പുറത്ത് പോകുമ്പോൾ 60 km/h ആണ് സ്പീഡ് എന്ന് കിട്ടുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് എന്തുവാ? സ്പീഡ് 5 km/h കുറയുവാണെങ്കിൽ, സ്പീഡ് 5 km/h കുറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്പീഡ് 55 km/h ആയി. ഇനി എടുത്തേക്കുന്ന ടൈം എന്ന് പറഞ്ഞ ടൈം ന്യൂ, സ്പീഡ് ന്യൂ, ടൈം ന്യൂ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? 22 കിലോമീറ്റർ ബൈ സ്പീഡ് എത്ര? 55 km/h. മിനിറ്റ് ആക്കാനായിട്ട്, ഇത് മണിക്കൂറാണ് കിട്ടുന്നത്, മിനിറ്റ് ആക്കാനായിട്ട് ×60 ചെയ്യുക. അപ്പൊ എത്ര? 2/5 എന്ന് വരും. 2/5 × 60 24 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യണേ. എല്ലാവരും നോട്ട് ചെയ്തിട്ട്, കാരണം ഇത് ഹോംവർക്ക് ചലഞ്ച് ആണ്, കുറച്ച് വലിയ പാടില്ല, പക്ഷെ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും പിന്നെ ഇതും. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ 2 ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത ആൻസർ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാം. ഹോംവർക്ക് ചലഞ്ച് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സെഷനിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന് അടുത്ത 10 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസും റിവിഷനും ആൻഡ് 2 ഹോംവർക്ക് ചലഞ്ചും കാണും. അപ്പോൾ ചലഞ്ചിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യണം.
ആൻഡ് നമ്മൾ ഓൾജിബ്ര അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പോകാൻ നേരം ഈ കോമ്പണന്റോ ഡിവിഡൻഡോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.